എല്ലാവർക്കും ദേവപൈതൃകത്തിലേക്ക് സ്വാഗതം. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരാണ് ദേവപൈതൃകം. എൻ്റെ 2 മക്കളുടെ പേര് കൂട്ടിച്ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പേരാണത്, ദേവപൈതൃകം. അപ്പോൾ ഞാൻ ഇങ്ങനൊരു വീഡിയോ എൻ്റെ ജീവിതത്തിൽ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വീഡിയോ ആണിത്. കാരണം എൻ്റെ ഒരു ഷോർട്സ് വീഡിയോ കയറി അങ്ങ് വൈറലായി. ഏകദേശം ഒരു 3 ലക്ഷത്തിന് മുകളിൽ ആളുകൾ കണ്ടു, നല്ല കമൻറ്റ്സ് കിട്ടി, നല്ല ലൈക്ക് കിട്ടി. അതുപോലെ ഇൻസ്റ്റയിലും 1 ലക്ഷത്തിന് മുകളിൽ ആളുകൾ അത് കണ്ടു. അങ്ങനെ അത് കയറുമെന്ന് വിചാരിച്ചിട്ടല്ല. എത്രയോ പ്രിപ്പറേഷൻ നടത്തിയിട്ട് ചെയ്തിട്ടുള്ള വീഡിയോസ് പോലും 500 600 വ്യൂസിൽ മാത്രം നിൽക്കുമ്പോൾ ഒരു മുന്നൊരുക്കങ്ങളൊന്നും തന്നെ ഇല്ലാതെ ഒരു വീഡിയോ ഇടുന്നു, അത് കയറി വൈറലാകുന്നു. അപ്പോൾ എന്നോട് ഇൻസ്റ്റയിൽ വന്ന് ചോദിക്കുന്നതും അതുപോലെ തന്നെ ചിലർ വിളിച്ച് ചോദിക്കുന്നു, ചിലർ വാട്സപ്പിലൂടെ അയക്കുന്നു, എത്ര വരുമാനം കിട്ടിയെന്നാണ് എന്നോട് ചോദിക്കുന്നത്. ആ ഒരു വീഡിയോസിന് എത്ര വരുമാനം, ഇത്ര ലക്ഷം പേര് കണ്ടില്ലേ, അതുകൊണ്ട് നല്ല വരുമാനം കിട്ടിയിട്ടുണ്ടാവില്ലേ, ജോയേട്ടൻ എത്ര കൊടുത്തു. അതായത് ഒരു മീൻകാരൻ ജോയി ചേട്ടൻ്റെ വീഡിയോ ആണ് അത് ഇട്ടിരുന്നത്. അതിനകത്ത് ഒന്നാമത്തെ കാര്യം, ഞാൻ ആ ചേട്ടൻ്റെ പേര് അതിനകത്ത് തെറ്റിയാണ് പറയുന്നത്. ജോയി ചേട്ടൻ എന്നുള്ളതിന് ജോസ് ചേട്ടൻ എന്നാണ് പറയുന്നത്. അത് ആ ചേട്ടനോട് ഞാൻ ക്ഷമ ചോദിച്ചു, അങ്ങനൊരു തെറ്റി പേര് പറഞ്ഞത്. പിന്നെ അത് കയറി അങ്ങനെ വൈറലാവുകയും ചെയ്തല്ലോ. ആ ചേട്ടൻ അത് ബുദ്ധിമുട്ടുണ്ടാക്കി. കാരണം ജോയി എന്നുള്ള പേര് ജോസിനാക്കിയോ എന്നൊക്കെ കുറേ പേര് ചോദിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് അദ്ദേഹത്തിനോട് സോറി പറഞ്ഞു. പിന്നെയെന്ന് പറയുന്നത് ജോയി ചേട്ടൻ എത്ര കൊടുത്തു എന്നൊക്കെയാണ് ചോദിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, യൂട്യൂബിനെ കുറിച്ച് അറിയാവുന്ന ഒരാളും ഇത് ചോദിക്കില്ല. എൻ്റെ ഒരു സുഹൃത്ത് യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോഴും ഞാൻ ഇതേപോലത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നോക്കുക, എൻ്റെ ചാനൽ കയറി നോക്കുക, എനിക്ക് ആകെ 800 ചില്ലാനോളം സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ, ആകെ കൂടി അത്രേ ഉള്ളൂ. ഈ ജോയിച്ചേട്ടൻ്റെ വീഡിയോ ഒന്ന് കയറിപ്പോയപ്പോഴാണ് ഏകദേശം ഒരു 3 ലക്ഷം വ്യൂസ് കൂടിയിട്ടുള്ളത്. ഷോർട്സ് വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ 1 മിനിറ്റ് അല്ല 1 മിനിറ്റ് താഴെയുള്ള വീഡിയോസിനെയാണ് ഷോർട്സ് എന്ന് പറയുക. ആ ഷോർട്സ് വീഡിയോസിൽ 90 ദിവസം കൊണ്ട് 10 ലക്ഷം പേരത് കാണണം. 90 ദിവസം കൊണ്ട് 10 ലക്ഷം പേര് കണ്ടാലാണ് നമ്മുടെ യൂട്യൂബിന് അംഗീകാരത്തിന് വേണ്ടി നമുക്ക് അപേക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി 3 മിനിറ്റ് മുതൽ മുകളിലുള്ള വീഡിയോ ആണ് ലോങ് വീഡിയോ എന്ന് പറയുന്നത്. അതൊരു വർഷം കൊണ്ട് 4000 മണിക്കൂർ ആളുകൾ നമ്മുടെ ചാനൽ കണ്ടിട്ടുണ്ടാവണം. 4000 മണിക്കൂർ ആളുകൾ നമ്മുടെ ചാനൽ വീക്ഷിച്ചിരിക്കണം. പോരാത്തിന് 1000 സബ്സ്ക്രൈബേഴ്സും വേണം. ഇതാണ് അതിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത്. ഇതൊരു കടമ കടന്നു എന്ന് വെച്ചാൽ നമുക്ക് വരുമാനം കിട്ടില്ല. എന്നിട്ട് നമുക്ക് അംഗീകാരത്തിന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്ത് കുറച്ച് കടമകളും കാര്യങ്ങളൊക്കെ കിടന്ന് നമുക്ക് അംഗീകാരം കിട്ടിയെന്നിരിക്കട്ടെ, എങ്കിൽ കൂടിയും യൂട്യൂബിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടില്ല. പ്രധാനമായിട്ടും യൂട്യൂബിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടുന്നത് ലോങ് വീഡിയോസ് ചെയ്യുമല്ലോ, 3 മിനിറ്റിന് മുകളിലുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ അതിൽ പരസ്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കതിൽ നിന്നുള്ള വരുമാനം കിട്ടുക. അല്ലെങ്കിൽ 1 ലക്ഷം പേര് 2 ലക്ഷം പേരൊക്കെ കണ്ട് അവർ ഏണിങ്സ് എന്ന് പറയുന്നത് ഇത്ര ഡോളർ എന്ന് പറയുന്നത് ഇത്ര പോയിന്റ് കണക്കാണ് അത് കയറുള്ളൂ. അപ്പോൾ പ്രമുഖ ഒരു യൂട്യൂബ് ചാനൽ മാത്രമല്ല, ബിഗിനേഴ്സിൻ്റെ, അതായത് തുടക്കക്കാരുടെ കുറേ യൂട്യൂബ് ചാനൽസ് ഇതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ നമുക്ക് യൂട്യൂബിൽ കാണാനായിട്ട് പറ്റും. എനിക്കിങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോഴാണ് ഞാനത് ചെക്ക് ചെയ്യുന്നതും എന്താണ് ഇതിൻ്റെ മാനദണ്ഡങ്ങൾ എന്നൊക്കെ പരിശോധിക്കുന്നത്. ഇത് വെക്കേഷൻ ടൈമിൽ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി തുടങ്ങിയ ഒരു ചാനലിന് ഇങ്ങനെ ഒരു വിശദീകരണം കൊടുക്കേണ്ടി വരുമെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞു തോറ്റു. അപ്പോൾ എൻ്റെ പരിസരത്ത് നിൽക്കുന്ന എന്നെ അറിയാവുന്ന കുറച്ച് പേരോളം ഈ ചാനൽ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് ചാനൽ കണ്ടിട്ട് അതിനുള്ള വിശദീകരണമാണ് ഞാനിപ്പോൾ തന്നത്. ഇതാണ് സത്യാവസ്ഥ എന്ന് പറയുന്നത്. തീർച്ചയായും മീനും ഡോണറ്റും എന്ന് പറയുന്ന ആ ഒരു ഷോർട്സ് വീഡിയോ കാരണം എനിക്ക് ധാരാളം സബ്സ്ക്രൈബേഴ്സിന് കിട്ടി, ധാരാളം ലൈക്ക് കിട്ടി. അതിലൊരു മുഖ്യ പങ്ക് അങ്ങനെ ഒരു ചെയ്യാനായിട്ടൊരു ഐഡിയ എനിക്ക് തോന്നാൻ കാരണം യൂട്യൂബ് ചാനൽ തുടങ്ങിയതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു ഐഡിയ കിട്ടിയത്. എന്തെങ്കിലും ഒരു കണ്ടന്റിന് വേണ്ടി നമ്മൾ ശ്രമിക്കുമല്ലോ, കണ്ടന്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, കണ്ടതൊക്കെ നമ്മൾ എടുക്കും. നമുക്ക് യൂട്യൂബിൽ ഇടാൻ വേണ്ടി നമ്മൾ കണ്ടതൊക്കെ എല്ലാതും എടുക്കും. അങ്ങനെ നേരമ്പോക്കിന് വേണ്ടി എടുത്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു അത്. 1000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന ഒരു കടമ്പയിലേക്ക് എങ്ങനെയെങ്കിലും കിടക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പടി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഷോർട്സ് വീഡിയോ ഇടുന്നതാണ് ഏറ്റവും നല്ല മാർഗ്ഗം. ഓരോ ഷോർട്സ് വീഡിയോയ്ക്കും 2 3 4 ചിലപ്പോൾ 25, എൻ്റെ ഒരു 45 75 സബ്സ്ക്രൈബേഴ്സ് വരെ കയറി വന്നിട്ടുള്ള ഷോർട്സുകളുണ്ട്. അതൊക്കെ പരിശോധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും ഏത് ഷോർട്സ് ആണെന്നുള്ളത്. കാരണം 20,000-ന് മുകളിൽ വ്യൂവേഴ്സിനൊക്കെ കിട്ടിയിട്ടുള്ള ഷോർട്സുകൾക്കാണ് അത്രയും സബ്സ്ക്രൈബേഴ്സിനൊക്കെ കയറി പോന്നിട്ടുള്ളത്. വൈറലായിട്ടുള്ള വീഡിയോയ്ക്ക് 200-ന് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് കയറി പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ഭാഗ്യം എന്ന് വേണമെങ്കിൽ മാത്രം പറയാൻ കഴിയുള്ളൂ. അപ്പോഴും 1000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന ഒരു കടമ്പ എനിക്ക് കടക്കാനുണ്ട് ഇനി എൻ്റെ മുന്നിൽ. അതുപോലെ തന്നെ ഈ പറയുന്ന ഷോർട്സിനാണെന്നുണ്ടെങ്കിൽ 10 ലക്ഷം വ്യൂവേഴ്സിലേക്ക് എത്തണം, അല്ലെങ്കിൽ ലോങ് വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ 4000 വാച്ച് അവർ എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് എത്തണം, പ്ലസ് 1000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന ഇതിലേക്ക് എത്തണം. ഇതൊന്നും മനസ്സിലാക്കാണ്ട് അറിയാണ്ട് എത്ര രൂപ കിട്ടിയെന്നൊന്ന് ദയവ് ചെയ്ത് ചോദിച്ചു വരരുത്. ഇതൊരു അപേക്ഷയാണ് എൻ്റെ. പിന്നെ എനിക്ക് എൻ്റെ ചാനലിന് മോണിറ്റൈസേഷൻ, അതായത് അംഗീകാരം കിട്ടുന്ന സമയത്ത് എന്തായാലും ഞാനിത് യൂട്യൂബ് ചാനലിൽ ഞാൻ വന്ന് പറയും. എന്തെങ്കിലും ഇതുകൊണ്ട് ഏണിങ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതും ഞാൻ പറയും. അപ്പോൾ ഒന്നും പറയാതിരിക്കില്ല, അതെല്ലാവരും അറിയും. അപ്പോൾ തുടർന്നും കാണുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്.